2010 പുറത്തിറങ്ങിയ കാരിസൻ എന്ന മൂവിയിലെ ഈ രംഗത്തിൽ ദിലീപ് അടുത്ത വീട്ടിലേക്ക് ഒരു ലെറ്റർ എഴുതിയിട്ട് കൊടുക്കുന്നതായി കാണാം. എന്നാൽ ദിലീപ് ആദ്യം എഴുതി അയക്കുന്ന പേപ്പറല്ല അവിടെ കിട്ടുന്നതും വായിക്കുന്നതും. പേപ്പറിൻ്റെ പേജ് നമ്പറും എഴുത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദിലീപ് മറുപടി കൊടുക്കുമ്പോൾ വീണ്ടും ഇതേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ഈ രംഗത്തിൽ ലാലേട്ടൻ്റെ മുന്നിലുള്ള ടേബിൾ ശ്രദ്ധിക്കുക. ജഗതി ശ്രീകുമാർ റൂമിൽ പ്രവേശിച്ചു കഴിയുമ്പോഴേക്കും ആദ്യം ഉണ്ടായിരുന്നതിൽ കൂടുതൽ വസ്തുക്കൾ ഇപ്പോൾ ടേബിളിന് പുറത്ത് പ്രത്യക്ഷപ്പെട്ടതായി കാണാം. ഇതേ സിനിമയിലെ തന്നെ മറ്റൊരു രംഗത്തിൽ കുട്ടിയെ കൊണ്ട് കമ്പ്യൂട്ടറിൽ വരപ്പിച്ച വില്ലൻ്റെ ഇമേജ് അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ കാണുന്നത്. പുറത്തിറങ്ങിയ സത്യമേവ ജയതേ എന്ന സുരേഷ് ഗോപി ചിത്രത്തിലെ ഈ ഫൈറ്റ് സീൻ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ വില്ലന്മാർ ഇരിക്കുന്ന ഭാഗത്ത് ഒരു കപ്പൽ കിടക്കുന്നതായി കാണാം. എന്നാൽ സുരേഷ് ഗോപി അടുത്തെത്തി സംസാരം തുടങ്ങുമ്പോഴേക്കും ആ കപ്പൽ അവിടെ കാണാനില്ലെന്ന് വ്യക്തമാണ്. ഇതേ സിനിമയിൽ തന്നെ തുടക്കത്തിൽ കാണിക്കുന്ന വില്ലൻ്റെ ലാപ്ടോപ്പ് അല്ല അവസാന ഭാഗത്ത് സുരേഷ് ഗോപിയെ കൈമാറുന്നത്. ഈ സിനിമയുടെ അവസാന ഭാഗത്തിൽ വില്ലൻ്റെ കാറിന് തൊട്ടടുത്തായിട്ടാണ് സുരേഷ് ഗോപി ബൈക്ക് നിർത്തിയത്. എന്നാൽ കാറിലേക്ക് ബോംബ് വലിച്ചെറിയുമ്പോഴും ബോംബ് പൊട്ടുമ്പോഴും കാറും ബുള്ളറ്റും തമ്മിലുള്ള അകലം വളരെ കൂടിയിട്ടുണ്ടെന്നത് വ്യക്തമാണ്. 2005 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി നായകനായ ഭരചന്ദ്രൻ IPS എന്ന ചിത്രത്തിലെ ഈ സീനിൽ ലാലു ലക്സിൻ്റെ മൂക്കിൽ വച്ചിരിക്കുന്ന പഞ്ഞിയുടെ സ്ഥാനം 2 തവണ മാറിയതായി കാണാം. പൃഥ്വിരാജ് ചിത്രമായ താന്തോന്നിയിലെ ഈ രംഗത്തിൽ പൃഥ്വിരാജിൻ്റെ ജീപ്പിനെ ഇടിക്കാൻ ലോറി വരുന്ന ദിശയും ആ ഭാഗങ്ങളും ശ്രദ്ധിക്കുക. ഇടയ്ക്ക് 1 സെക്കൻഡ് നേരത്തേക്ക് പൃഥ്വിരാജിൻ്റെ ജീപ്പും അതേ ദിശയിൽ തന്നെ വരുന്നതായി കാണിക്കുന്നുണ്ട്. അതേപോലെ ഇടിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ അവിടെയെങ്ങും ഒരു കൊക്കയോ വെള്ളക്കെട്ടോ കാണാനുമില്ല. എന്നാൽ ഇടിച്ചതിന് ശേഷം വണ്ടി വെള്ളത്തിലേക്ക് വീഴുന്നതായി കാണിക്കുന്നുണ്ട്. 94 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ പിൻഗാമിയിലെ ഈ രംഗത്തിൽ തിലകൻ ഒരു എഴുത്ത് പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ബോക്സിനടുത്തേക്ക് വരുന്നതായി കാണാം. ഈ ബോക്സിൻ്റെ താഴ്ഭാഗം കറുത്ത ചരട് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. തിലകൻ എഴുത്ത് പോസ്റ്റ് ചെയ്ത് പോയ ശേഷം മോഹൻലാൽ ആ പോസ്റ്റ് ബോക്സിനടുത്തേക്ക് വരുമ്പോൾ ആ പോസ്റ്റ് ബോക്സിൻ്റെ താഴ്ഭാഗം കെട്ടിയിരിക്കുന്നത് മറ്റൊരു കയറ് കൊണ്ടാണ്. മോഹൻലാൽ നടന്ന് പോസ്റ്റ് ബോക്സിനടുത്ത് എത്തുമ്പോഴേക്കും നേരത്തെ നമ്മൾ കണ്ട ബാക്ക്ഗ്രൗണ്ടല്ല ഇവിടെ കാണുന്നതെന്ന് വ്യക്തമാണ്. പുറത്തിറങ്ങിയ നിർണയം എന്ന മോഹൻലാൽ മൂവിയിലെ ഈ രംഗത്തിൽ നായിക ഹോസ്പിറ്റലിൽ പോകാനായി കയറുന്ന ഓട്ടോ ശ്രദ്ധിക്കുക. ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം നായിക പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ ആദ്യം കണ്ട ഓട്ടോയിൽ നിന്നല്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 94 പുറത്തിറങ്ങിയ തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയുടെ അവസാന രംഗത്തിൽ ശോഭനയും മോഹൻലാലും ഓടി വരുന്ന സീനിലെ ബാക്ക്ഗ്രൗണ്ടിൽ വലതുഭാഗത്ത് ഒരു കനാൽ കാണാം. ഇവിടെ തന്നെയാണ് ബസ് കൊണ്ടു നിർത്തുന്നത്. എന്നാൽ സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ആ ബാക്ക്ഗ്രൗണ്ട് മാറിയത് വ്യക്തമാണ്. 1999 പുറത്തിറങ്ങിയ ഉസ്താദ് എന്ന മൂവിയിലെ ഈ ഫൈറ്റ് സീനിൽ ലാലേട്ടൻ്റെ ഒരു ചവിട്ട് പോലും വില്ലൻ്റെ ശരീരത്തിനടുത്ത് പോലും ചെല്ലുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്.